സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കറിനാരങ്ങ അച്ചാറാണ്. കറിനാരങ്ങ, വടുകപ്പുളി നാരങ്ങ എന്നെല്ലാം പല പേരിൽ പറയാറുണ്ട്. ഇതൊരു സദ്യ സ്പെഷ്യൽ അച്ചാറാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിനാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു നാരങ്ങയാണ് അച്ചാറിനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിതിൻ്റെ തൊലിയോടുകൂടിയാണ് അച്ചാർ ഇടുന്നത്. അതുകൊണ്ട് ഇത് വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അകവശം ഒന്നും വെന്തു പോകാതെ പുറം ഭാഗം ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ പുഴുങ്ങിയെടുത്താൽ മതി. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്കിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അകവശം വെന്തു പോകുന്ന പോലെ ഇട്ട് വേവിച്ചെടുക്കരുത്. പുറം ഭാഗം ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും വെള്ളത്തിൽ നിന്നും കോരിയെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. നാരങ്ങ അരിഞ്ഞെടുക്കുമ്പോൾ ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റിക്കളയണം. നാരങ്ങ മുഴുവനും ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം. മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കടുക് പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ തൊലി കളഞ്ഞ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണിനടുത്ത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തത്. ഇനി സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഇളക്കി നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. സദ്യ സ്പെഷ്യൽ കറിനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു കറിനാരങ്ങ അച്ചാറാണ് ഇത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.